ഡി സിസ്റ്റർ ലൈഫിൽ ഒത്തിരി കാര്യങ്ങൾ കർത്താവ് ചെയ്തു. ഡി സിസ്റ്ററിൻ്റെ വീട്ടിൽ വന്നപ്പോൾ അല്ലേ താക്കോൽ കർത്താവ് കൊടുക്കുമെന്ന് പറഞ്ഞു, വാഹനത്തിന് താക്കോൽ കൊടുക്കുമെന്ന് പറഞ്ഞു. അത് എത്ര മാസം കഴിഞ്ഞ ശേഷമാണ് വാഹനം കിട്ടിയത്? 2022 ഒരു ജൂലൈയിലാണ് പറഞ്ഞത്. ഓക്കെ, എപ്പോഴാണ് കിട്ടിയത്? 2023 ജൂലൈ ഓഗസ്റ്റ് സമയത്ത്. 2 വർഷം, ഒരു വർഷം വെയിറ്റ് ചെയ്തപ്പോൾ കർത്താവ് പറഞ്ഞ വാഗ്ദത്തം നിറവേറ്റി, താക്കോൽ കർത്താവ് തന്നു. അതുകൂടാതെ ഡി സിസ്റ്റർ ഇവിടെ വരുമ്പോൾ ഡി സിസ്റ്ററെ കണ്ടിട്ടുള്ളവർക്കറിയാം, ഒത്തിരി മെലിഞ്ഞിട്ടാണ് ഇരുന്നത്. ഡി സിസ്റ്റർ അതുമായി ബന്ധപ്പെട്ട് ഒത്തിരി ടെസ്റ്റുകൾ നടത്തി. അപ്പോൾ അതിൻ്റെ അകത്തൊന്നും ശരീരത്തിൻ്റെ അകത്ത് മാറ്റം വരുന്നില്ല. സൂപ്പർ നാച്ചുറൽ വെയിറ്റ് ഗെയിനെ പറ്റി പറഞ്ഞപ്പോൾ ഡി സിസ്റ്റർ അത് വിശ്വസിക്കുകയും ശരീരത്തിൻ്റെ അകത്ത് മാറ്റം ദൈവം അയപ്പാനിടയായി. കരം പിടിച്ച് യേശുവിന് മഹത്വം കൊടുത്താണ്. ഡി സിസ്റ്റർ എന്ന് പറഞ്ഞാട്ടെ, എന്താണ് സംഭവിച്ചത്? ഞാനിവിടെ വരുന്നത് ഒരു 2022 ആദ്യമായിട്ട് ഞാൻ ക്രൈസ്റ്റ് ആർമി വരുന്നത്. അന്നത്തെ വെയിറ്റ് ഒന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു. 48 kg ആയിരുന്നു എൻ്റെ വെയിറ്റ്. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് ഡോക്ടർ ഭയങ്കര, കാരണം ഡോക്ടർ എന്നെ മുന്നേ കണ്ടിട്ടുണ്ടോ, ബിഫോർ മാരേജിന് മുന്നേ ഞാൻ കുറച്ചും കൂടിയൊക്കെ ഒരു പുഷ്ടി ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് ജോലി കിട്ടാത്തതിൻ്റെ ഒരു ടെൻഷനൊക്കെ ആയപ്പോൾ ഞാൻ അത്രത്തോളം ഞാൻ ഡള്ളായിട്ട്, അത്രത്തോളം ഞാൻ ഡിപ്രഷൻ അങ്ങനെ പോയിട്ട്, അപ്പോൾ ഡോക്ടർ ഈ ക്ഷയത്തിൻ്റെ ടെസ്റ്റും ബാക്കിയുള്ള ഒത്തിരി ടെസ്റ്റ് ചെയ്തു. അപ്പോൾ ഡോക്ടർ TB ടെസ്റ്റൊക്കെ ചെയ്തു. എന്തു പറ്റി ഇത്രയും വെയിറ്റ് ലോസ് ആയിട്ട്? ഡോക്ടർ ബയോപ്സി വരെ ചെയ്യാൻ വേണ്ടിയിട്ടിരുന്നു, കാരണം അത്രത്തോളം വെയിറ്റ് ലോസ് ആയിട്ട് കവിളൊക്കെ ഇങ്ങനെ നല്ലതുപോലെ ഒട്ടിയിട്ട് എനിക്ക് തന്നെ ഇപ്പോൾ പഴയ ഫോട്ടോ എടുത്ത് കണ്ടാൽ എനിക്കറിയായിരുന്നു. അപ്പോൾ ഞാനൊന്നും പ്രത്യേകിച്ച് ഞാൻ ഈ വണ്ണം വയ്ക്കാൻ വേണ്ടി ഞാനൊന്നും ചെയ്തില്ല. എൻ്റെ ഒരു കോൺടാക്ട് ലിസ്റ്റിലുണ്ട് എല്ലാവരും വെയിറ്റ് ഗെയിൻ ചെയ്യുന്നത്, 43, 56, 57. ഞാനൊന്നും ചെയ്യാൻ പോയില്ല, പ്രത്യേകിച്ച് ഒരു ഫുഡും കഴിച്ചില്ല. ഞാൻ എന്താണോ സാധാ കഴിക്കുന്നത് അത് തന്നെയാണ് ഞാൻ കഴിച്ചത്. പക്ഷേ ബ്രദർ പറയുന്ന ഇവിടെ ഓരോ കാര്യങ്ങളും ഞാൻ വിശ്വാസത്തോടെ ഏറ്റെടുക്കായിരുന്നു. ഇവിടെ നിങ്ങൾ സ്പെഷ്യൽ ഫുഡൊക്കെ കഴിക്കുമ്പോൾ ബ്രദർ പറയുന്നത് ഞാൻ ഒരിക്കലും കളിയായിട്ടല്ല എടുത്തത്, ഞാനതൊക്കെ വിശ്വാസത്തോടെ ഏറ്റെടുക്കുമായിരുന്നു. അത് കഴിക്കുമ്പോൾ എൻ്റെ അവസ്ഥകളൊക്കെ മാറും. പക്ഷെ ഞാൻ അറിയാതെ തന്നെ എനിക്ക് പക്ഷെ അറിയാൻ പറ്റിയില്ല. ഇപ്പോഴും ജോലി ആയോ എന്ന് ചോദിച്ചാൽ എൻ്റെ ഫ്രണ്ട്സ് കഴിഞ്ഞ ദിവസം എന്നെ കണ്ടിട്ട് പറഞ്ഞു, നീ എന്താ ഇങ്ങനെ തടിച്ചു കൊഴുത്തിരിക്കുന്നേ, നിനക്ക് ജോലി ഇല്ലയെന്ന് ടെൻഷനൊക്കെ ഉണ്ടെന്ന് പറയുന്നത് വെറുതെ. ഞങ്ങൾക്കൊക്കെ എല്ലാം സെറ്റിലായി, എന്നിട്ടും ഞങ്ങളൊക്കെ ബ്രെഡും ബട്ടറും ഒക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ ഒരു മാറ്റമില്ല, നിന്നെ കൊണ്ട് ഇതൊക്കെ എങ്ങനെ പറ്റുന്നു എന്നാണ് അവരെൻ്റെ അടുത്ത് ചോദിച്ചത്. ഇപ്പോൾ 48 നിന്ന് എൻ്റെ വെയിറ്റ് 57, 56. ആ ഒരു 57 ആണ് ലാസ്റ്റ് നോക്കിയപ്പോൾ ഉണ്ടായിരുന്നത്. പിന്നെ 2022 ബ്രദർ എൻ്റെ ഹൗസ് വിസിറ്റിങ്ങിന് വന്നപ്പോൾ പറഞ്ഞു, ഡിജി സിസ്റ്റർ വണ്ടി ഓടിച്ച് പോകുന്നത് കാണുന്നുണ്ടെന്ന് പറഞ്ഞു. എൻ്റെ പേടി എന്ന് പറയുന്നത് അത്രത്തോളം എക്സ്ട്രീം ലെവലായിരുന്നു എൻ്റെ പേടി. ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷം ഒരു ബസ് പോലും അടുത്തുകൂടി കൂടെ പോകുന്നത് എനിക്ക് അത്രത്തോളം പേടിയായിരുന്നു. എനിക്ക് അറിയത്തില്ല ഞാൻ എങ്ങനെയാണ് അത് പഠിച്ചതെന്ന്. എൻ്റെ ഹസ്ബൻഡിൻ്റെ സർജറി ഇടുന്ന സമയത്താണ് ഞാൻ 2 വീലർ പഠിക്കാൻ പോയി. എന്നിട്ടോ ലൈസൻസ് എടുക്കാവുന്ന സമയത്ത് എനിക്ക് ഒട്ടും സുഖമില്ലായിരുന്നു, എണീറ്റ് നിൽക്കാൻ പോലും വയ്യത്തില്ലായിരുന്നു. ഒന്നും എൻ്റെ കഴിവോ കൃപയുണ്ടല്ലോ. ആ സമയത്ത് കർത്താവ് എനിക്ക് ബലം തന്നു. അത്രത്തോളം ഞാൻ പ്രാക്ടീസ് ചെയ്തില്ല, ഞാൻ ആകെ ആ തലേ ദിവസം മാത്രമാണ് ഞാൻ പോയി പ്രാക്ടീസ് ചെയ്തത്. അത്രത്തോളം പ്രാക്ടീസ് ചെയ്ത് പലർക്കും കിട്ടാതെ പോയത് കർത്താവ് അവിടെ എന്നെ മാനിച്ചു. അതുപോലെ തന്നെ താക്കോല് മാറുന്നതും അതും ഞാൻ വിശ്വാസം, എനിക്ക് മുന്നിൽ ഒരു പ്രതീക്ഷയില്ലാത്ത കാര്യങ്ങളാണ് ബ്രദർ ഇവിടെ പറയുന്നത്. എന്നെ ബന്ധം അല്ലെങ്കിൽ പോലും ഞാൻ എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ ഞാൻ വിശ്വാസത്തോടെ ഏറ്റെടുക്കുമായിരുന്നു. അത് പ്രാർത്ഥിച്ചു, എനിക്കതിൽ ലൈസൻസും കിട്ടി. അത്രത്തോളം എനിക്ക് തല പൊക്കി ഇങ്ങനെ എണീറ്റ് നിൽക്കാൻ വയ്യാത്ത സമയത്താണ് ഞാൻ പോയി എടുത്തത്. അത് വണ്ടിയുടെ കേസായാലും അങ്ങനെ തന്നെയാണ്. ഏറ്റവും ഒരു ലോ ക്വാളിറ്റിയിലുള്ള വണ്ടിയാണ് ഞാൻ നോക്കാൻ പോയത്. പക്ഷെ അവിടെ നിന്ന് ഒരു പരിചയമില്ലാത്ത ഒരു അങ്കിൾ ഞങ്ങളെ നോക്കി പറഞ്ഞു, നിങ്ങൾ വണ്ടി നോക്കാൻ വന്നതാണോ എന്ന് വെച്ചാൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള 2020 മോഡൽ സെക്കൻഡ് ഹാൻഡ് ആണെങ്കിലും ഏറ്റവും പുതിയതുപോലെ തോന്നിക്കുന്ന ഒരു വണ്ടി തന്നെ കർത്താവ് സ്വന്തമാക്കാൻ പറ്റി. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ തെറ്റുകൊണ്ടല്ല ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചത്. അവിടെയും ദൈവം എന്നെ എത്രത്തോളം കരുതുന്നു എന്നും എത്രത്തോളം സ്നേഹിക്കുന്നു എന്നും മനസ്സിലാക്കി. പലപ്പോഴും ഇവിടെ വന്നിരിക്കുമ്പോൾ എൻ്റെ വേദന അറിഞ്ഞു ഇവിടെ ബ്രദർ പ്രസംഗിക്കുന്നുണ്ട്. അപ്പം ഞാൻ ആലോചിക്കും, യേശുപ്പം ഞാൻ ചിലപ്പോൾ ആലോചിക്കും, കർത്താവ് എന്നെ കാണുന്നില്ലേ കേൾക്കുന്നില്ലേ എന്ന് വിചാരിച്ചായിരിക്കും ഇവിടെ വന്നിരിക്കുന്നത്. ഒരിക്കലും ഇല്ല. ഇവിടെ വന്നിരിക്കുമ്പോൾ ഇവിടുത്തെ കർത്താവിൻ്റെ പ്രസൻസും ഹോളി സ്പിരിറ്റിൻ്റെ കൃപയൊക്കെ ഞാൻ അത്രത്തോളം അനുഭവിച്ചറിയാറുണ്ട്. ഇവിടെയൊക്കെ കർത്താവുണ്ട്, ഉറപ്പായിട്ടും കർത്താവുണ്ട്. നന്ദി മാത്രമേ പറയാനുള്ളൂ.